അപ്പോൾ ഇന്നലെ നമ്മൾ കടന്നത് ഈ ഒരു സ്ഥലത്താട്ടോ. ഇതെവിടെയെന്ന് കാണണ്ടേ, അവിടെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കടന്നത് തൃശ്ശൂർ റൗണ്ടിലാട്ടോ. ഇവിടെ എന്താ പറയുക, അമ്പലത്തിൽ നിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇത് മറ്റേ KK നടയനോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇറങ്ങുന്ന വഴിയാണ്. എന്തായാലും ഇപ്പോൾ എന്താ പറയുക, ഒരു 5:30 സമയം കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ നീച്ച് ട്രക്കിങ് ആരംഭിച്ചിട്ടോ. ഈ ഒരു ഉൾ റോട്ടിൽ കൂടിയാണ്. ഇവിടെ എന്തോ ഒരു പഴയ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറത്ത് വേറെ വീടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ റോട്ടിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു ചവിട്ട് വഴിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാവിലെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പിടിച്ച് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ഹെഡ് ചെയ്തത്, പിടിച്ചത് കേട്ടോ. മനോഹരമായിട്ടിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രാവിലെ തന്നെ. ഓ, ചവിട്ട് വഴി മാത്രമേ ഉള്ളൂ. കുറേ ആളുകൾ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ കയറിപ്പോയ ഒരു ചവിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ മോനെ, രാവിലെ തന്നെ ആകുമ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇപ്പം ട്രക്ക് അങ്ങ് ആരംഭിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ കിതച്ച് മനോഹരമായിട്ടപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ആ റൂട്ട്. ഹായ്, നമസ്കാരം. എക്സ്പ്ലോറിയൻ മല്ലുവിൻ്റെ കേരള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്നും പിടിച്ച് നേരെ ഒരു 18 കിലോമീറ്റർ ഓടി നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നല്ലൊരു കെട്ടിക്കാച്ച ഡെസ്റ്റിനേഷനാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെട്ടൊരു ഡെസ്റ്റിനേഷനാണ് പെരുവാൻമല. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണം, ഇതിലെ അടിപൊളിയായിട്ടുള്ള പിക്കും കാര്യങ്ങളൊക്കെ കാണാം. വൈബടിച്ച് നിൽക്കുന്ന ഒരു മലഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൂഗിളിൽ ഒട്ടനവധി ഫോട്ടോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടനവധി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ പിടിക്കാൻ തന്നെ കാരണം. അതിമനോഹരമായിട്ടുള്ളൊരു കുന്നാണെന്ന് വേണമെങ്കിൽ പറയാം. മനോഹരമായിട്ടുള്ളൊരു ഗ്രീനറിയിൽ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ, ഒരു പുല്ലിൻ്റെ ഒരു മാറ്റം, അതുതന്നെയുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയാനുള്ളത്. നമ്മൾ കാസർഗോഡ് കസരി കുമ്പയൊക്കെ പോയ അതേ ഒരു പ്രകൃതിയാണ് ഇവിടെ അണിഞ്ഞ് ഒരുങ്ങി നമുക്ക് വൈബടിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മനോഹരമായിട്ട് ഇപ്പോൾ ട്രക്കിംഗ് ആരംഭിച്ചിട്ട് ആ മലൻ്റെ മുകളിൽ ടോപ്പിക്ക് കയറാം. ടോപ്പിക്ക് കയറിയിട്ട് വേണം നിങ്ങൾക്ക് വിഷ്വൽ കാണിക്കാൻ. ഇവിടുത്തെ വ്യൂ എന്തൊക്കെയാണെന്നുള്ള കാഴ്ചകൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ തൃശ്ശൂരത്തെ മനോഹരമായിട്ടുള്ള വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് മാറി ട്രക്കിങ് കുറച്ചും കൂടി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായിട്ട് ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളെ കസരി കുമ്പയിൽ കണ്ട അതേമാതിരത്തെ ഒരു മനോഹരമായ പുല്ലാണ്. ഒരു ഗ്രീനറി അല്ല, എന്നാൽ ഒരു വൈറ്റും അതുപോലെ ഗ്രീനൊക്കെ ആയിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പുല്ലാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മനോഹരമായിട്ട് എന്താ പറയുക, പല മരങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച തന്നെ ഒരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ട്രക്കിംഗ് ആണ്. കുറേ ആളുകളൊക്കെ അതിൻ്റെ മുകളിലുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മനോഹരമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആ ഒരു വ്യൂ പോയിൻ്റ് എന്താ പറയുക, തൃശ്ശൂരിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാമെന്നുള്ളൊരു ഹൈലൈറ്റ് കേട്ടോ. എന്തായാലും നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കണേ. ഇടുക്കാഴ്ചയാണ്, വ്യൂ പോയിൻ്റ് ഉണ്ട്, അതുപോലെ പുല്ലുകളുണ്ട്, ട്രക്കിംഗ് ഉണ്ട്, കിതപ്പുണ്ട്, സഹിക്കണം, വ്യൂ കാണാം, ആസ്വദിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, മൈൻഡും ബോഡിയും റിഫ്രഷ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ രാവിലെ തന്നെ ഒരു ചുമ്മാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ആ ഒരു കിളിനാദം, കിളിയുടെ ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ പോകണം. ചുമ്മാ ഒന്ന് കേട്ടോക്കി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയുള്ള കാഴ്ച കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റും മനോഹരമായിട്ട് ഈ ഒരു എന്താ പറയുക, ഈ കൈയൊക്കെ നിൽക്കുന്ന ഒരു ആംബിയൻസൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗ്രീനറി അല്ല, പക്ക ഒരു വൈറ്റും അതുപോലെ ഒരു പച്ചപ്പൊക്കെ ആയിട്ടുള്ളൊരു പുല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ കേട്ടോ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ആളുകളുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എക്സ്പോർട്ടിന് ഒരുപാട് ചെക്കന്മാരൊക്കെ
നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് എന്താണ് കെട്ടിക്കാച്ചി ആ ഒരു ഭാഗത്തേക്കൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഒടുക്കത്തെ വൈബാട്ടോ, കെട്ടിക്കാച്ചിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷം, ഒരു എന്താ പറയുക, ഈ ഒരു നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു പുൽമേടുകൾ നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അതിമനോഹരമാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻറ്റിനെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തും ഒരു ഇനി അങ്ങോട്ടുണ്ടോയെന്നറിയില്ല, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ നിന്ന് കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്ത് അടിപൊളിയായിട്ടൊരു കിട്ടിക്കാച്ചൊരു വ്യൂ പോയിൻ്റ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്ര വലിയൊരു എന്താ പറയുക വ്യൂ പോയിൻ്റ് അല്ലെങ്കിലും പക്ഷേ ഒരു മനോഹരമായിട്ട് ക്ലൗഡ് ബെഡും മഞ്ഞും അതുപോലെ ഫോഗും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു വ്യൂ പോയിൻ്റായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ തോന്നുന്നുണ്ട്. സുഹൃത്തുക്കളെ, അടിപൊളിയാട്ടോ. ഒരുപാട് ആളുകളുണ്ട് അവിടെ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പല ഷോട്ടുകൾ ഞാൻ കാണിച്ചു ഇവിടുത്തെ. മനോഹരമായിട്ടോ ഈ ഒരു സ്ഥലം. തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടാതെ പോകുന്നൊരു ഡെസ്റ്റിനേഷനാണ്. കാരണം വെച്ചാൽ ഇത് വളരെയധികം എന്താ പറയുക ഉള്ളോട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ മാക്സിമം ഒന്ന് ഈ ഒരു തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട അടിപൊളി സ്ഥലം തന്നെയാണ് എടുത്തു പറയണം. ഓക്കെ, മലപ്പുറത്തുള്ള ഞാൻ വന്നെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങൾക്കും വരാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് ഇതാട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ തമിഴിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗം, ഈ ഒരു ഗ്രീനറി, അതുപോലെ തന്നെ ഈ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഗൂഗിളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാലും ഈ ഒരു അമ്പലത്തിനെ കുറിച്ചിട്ട് അടച്ചു കിടക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും എന്താ പറയുക മനോഹരമായിട്ട് വ്യൂ പോയിൻ്റ് കാണാമെന്നുള്ളതാണ്. അടിപൊളി കേട്ടോ. ഒരു മയമല്ല, നമുക്ക് ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തെങ്കിലും ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടോയെന്ന് എനിക്ക് തീർത്തും അറിയില്ല. മനോഹരമായിട്ട് അപ്പുറത്ത് പാടങ്ങളൊക്കെ അതിൻ്റെ പൊന്നളിയാണ്. ഇവിടെ നിന്നൊക്കെ ഒരു കാഴ്ച നോക്കണേ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു മയമല്ല, ഈ ഒരു പുല്ലാണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്നാണ് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര മനോഹരമാണ് ഈ ഒരു കുന്നിൻ ചെരുപ്പിൽ എന്താ പറയുക ഈ കാറ്റ് പിന്നെ അടിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക നൈസായിട്ട് ഇങ്ങനെ പറന്നൊരു കാഴ്ച നോക്കി, അതിമനോഹരം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുള്ളത്. ഈ ഒരു കുന്നും അതുപോലെ എന്താ പറയുക ഈവനിങ്ങിലുള്ള ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാലേ നമുക്ക് കാണാവുന്നതുള്ളൂ കേട്ടോ. മനോഹരമാണ്. ഇങ്ങോട്ട് വരുന്ന റൂട്ടും ഇങ്ങോട്ട് വരുന്ന ഉള്ളേരിയകളൊക്കെ തൃശ്ശൂരിൻ്റെ യഥാവധി ഉള്ളേരിയകളാകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക കേരളത്തിൻ്റെ ആ ഒരു തനിമ നിറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ കാണാം. പഴയ വീടുകളും പഴയ ആളുകളും എന്താ പറയുക ആ ഒരു കേരളത്തിൻ്റെ ഒട്ട് തനിമ ചോരാതെ കാത്തു സൂക്ഷിച്ച ആ ഒരു നാട്ടുമ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ. മനോഹരമായിട്ട് ഇവിടെ നിന്നാൽ ആ ഒരു ഭാഗത്തുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ മനോഹരമായിട്ട് എന്താ പറയുക ആകാശ ദൃശ്യം പോലെ നമുക്ക് അവിടുത്തെ പാടങ്ങളൊക്കെ കാണാമെന്നുള്ളതാണ്. നമുക്ക് ഗോപ്രോയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. മനോഹരമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ആ ഒരു രൂപത്തിൽ ഈ ഒരു ഭാഗത്ത് കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പുല്ല് കണ്ട അപ്പം കിടക്കാൻ തോന്നും എനിക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു അമ്പലവും അതുപോലെ ഈ ഒരു പുല്ലുകളും നല്ല കിട്ടുക്കാച്ചൊരു വ്യൂ പോയിൻറ്റും മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ടും നമ്മൾ ഉള്ളേരികളാണ് ഇപ്പോൾ തൃശ്ശൂർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ തൃശ്ശൂരിൻ്റെ വരുന്നുണ്ട്, നല്ല കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ചെയ്താൽ കിട്ടുകാഴ്ചയായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനുകളും നമ്മളിപ്പോൾ ചുമ്മാ അങ്ങനെ പരിചയപ്പെടുത്തുന്നുള്ളൂ. നല്ല കിട്ടുകാഴ്ചയായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ അടിച്ചിക്ക്. അപ്പോൾ കട്ടക്കുന്നോളി എക്സ്പ്ലോറിയൻ മല്ലുവിൽ സ്റ്റേ അടിച്ച് നിൽക്ക്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.